2003 വയനാട് ജില്ലയിലെ മുത്തങ്ങയിൽ നടന്ന ആദിവാസി സമരവും അതിനെ തുടർന്നുണ്ടായ പോലീസ് നടപടികളും കേരള ചരിത്രത്തിലെ ഒരു പ്രധാന ഏടായി തന്നെ നിലനിൽക്കുന്നു. ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു ഈ ഒരു സമരം ആരംഭിച്ചത്. കേരളത്തിലെ ആദിവാസികൾക്ക് ഭൂമി ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമായിരുന്നു. പലപ്പോഴും വനഭൂമിയിൽ നിന്നും അവരെ കുടിയിറക്കുകയും പകരം ഭൂമി നൽകാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. 2001 തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുന്നിൽ CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന കുടിൽകെട്ടി സമരം 48 ദിവസം നീണ്ടുനിന്നിരുന്നു. ഈ സമരം അന്നത്തെ മുഖ്യമന്ത്രി AK ആൻ്റണിയുമായി ഒരു കരാറിൽ എത്തുന്നതിലൂടെയാണ് അവസാനിക്കുന്നത്. ആദിവാസികൾക്ക് കൃഷി ചെയ്യാനായി 5 ഏക്കർ ഭൂമി വീതം നൽകാമെന്ന് ആ കരാറിൽ വാഗ്ദാനം ചെയ്തിരുന്നു. അതായത് ഒരു കുടുംബത്തിന് 5 ഏക്കർ ഭൂമി വീതം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ സർക്കാർ പിന്നീട് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. വീണ്ടും സമരമുഖത്തേക്ക് ഇറങ്ങാൻ ആദിവാസികൾ നിർബന്ധിതരായി. വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്ന് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ CK ജാനുവും M ഗീതാനന്ദനും ഉൾപ്പെടെയുള്ളവർ 2003 ജനുവരി 5 മുത്തങ്ങയിലെ വനഭാഗം കയ്യേറി കുടിൽകെട്ടി സമരം ആരംഭിച്ചു. സ്വന്തമായി ഒരു ഊര് സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതൊരു പ്രതീകാത്മക സമരമുഖമായിരുന്നു എന്നാണ് പിന്നീട് അവർ വിശദീകരിക്കുന്നത്. ഏകദേശം 700ഓളം കുടിലുകളാണ് അന്ന് മുത്തങ്ങയിൽ ഉയർന്നത്. 700ഓളം കുടുംബങ്ങൾ, 700ഓളം കുടിലുകൾ. ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയ ഒരു പ്രശ്നം ഉടലെടുത്തു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. 45 ദിവസത്തോളം സമരം സമാധാനപരമായി തുടർന്നു. സമരക്കാർക്ക് ഭൂമി പ്രശ്നം പഠിക്കാനായി അന്നത്തെ ഒരു ഡയറ്റ് അധ്യാപകനായ KK സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ക്ലാസ്സുകൾ എടുത്തിരുന്നു. സമരക്കാർക്ക് സമരം എന്താണെന്നും ഏത് തരത്തിലാണെന്നും, കാരണം ആദിവാസികളാണല്ലോ, അവർക്ക് ഇതിനെപ്പറ്റി ബാലപാഠങ്ങൾ പോലും അറിയാത്ത ആളുകളൊക്കെയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും അവരെ ഇത്തരത്തിൽ ഒരു അവബോധം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഈ സുരേന്ദ്രൻ എടുത്തിരുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ദിയാക്കുന്ന ഒരു പ്രശ്നമാണ് പിന്നീട് അരങ്ങേറുന്നത്. 2003 ഫെബ്രുവരി 17 ആദിവാസി കുട്ടികൾ ഉറങ്ങിക്കിടന്ന ഷെഡിന് സമീപം വളരെ വലിയ തോതിലൊരു തീപിടുത്തമുണ്ടാകുന്നു. ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ആരോപിച്ച് ആദിവാസികളിൽ ചിലർ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുന്നു. പിന്നീട് ഇവരെ മോചിപ്പിക്കുന്നുണ്ട്. അത് കളക്ടറടക്കമുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ ബന്ദികളാക്കിയ ഉദ്യോഗസ്ഥരെ മോചിപ്പിച്ചെങ്കിലും സമരക്കാരെ വനത്തിൽ നിന്ന് പുറത്താക്കാൻ 2003 ഫെബ്രുവരി 19 പോലീസ് വളരെ വലിയ സന്നാഹങ്ങളുമായി വനത്തിലേക്ക് പ്രവേശിക്കുന്നു. തോക്കും ലാത്തിയും ഗ്രനേഡുകളും ഉപയോഗിച്ച് പോലീസ് പാവപ്പെട്ട ആദിവാസി സമരക്കാരെ നേരിടുന്നു.